നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. എൻ്റെ കർത്തമാനസം എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയായി. അതിനെക്കുറിച്ച് ഷൂട്ടിംഗ് സമയത്തും അല്ലാതെയുമുള്ള കുറച്ച് അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ, കുറേയധികം അനുഭവങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരിക്കും. പച്ചയായി പറയുന്ന കുറേ കാര്യങ്ങൾ, അതിൽ അർത്ഥവത്തായ ചിലതൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയ ചിലതായതുകൊണ്ട് വളരെ വിശദമായി തന്നെ ഞാനിവിടെ അതേക്കുറിച്ച് സൂചിപ്പിക്കുന്നു. കാരണം വാടാമലർ വിരിയുമ്പോൾ എന്താണ് ഞാനിതിനെ ടൈറ്റിലിട്ടിരിക്കുന്നത്. വാടാമല്ലി, അതിൻ്റെ വയലറ്റ് നിറം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു അനുഭവ പരമ്പര നിങ്ങളോട് പറയുന്നത് കൊണ്ട് പുതുതലമുറയ്ക്ക്, പുതിയ കലാകാരന്മാർക്ക്, പുതിയ സംവിധായകർക്ക് കുറച്ചെങ്കിലും ഗുണമുണ്ടാകും എന്ന് തോന്നുന്നു. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് ഞാനിതിൽ പറഞ്ഞു തീർക്കുന്നത്. 2022 എൻ്റെ ഒരു സുഹൃത്തും സഹസംവിധായകനും നടനുമൊക്കെ ആയ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ കറുത്ത ആൾക്കാരുടെ മനസ്സ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, വെളുത്തവരോടുള്ള അവരുടെ നോട്ടം, ഭാവം, മനസ്സിനെ ചിലപ്പോഴെങ്കിലും അസൂയയുടെ ജൽപ്പനങ്ങളിൽ തളച്ചിടാറുള്ള നിറത്തിൻ്റെ മുഖം. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ഒരു ഷോർട്ട് ഫിലിം ചെയ്താൽ കൊള്ളാം, അതിനുവേണ്ടി ചേട്ടനൊരു സ്ക്രിപ്റ്റ് എഴുതി തരുമോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എഴുതി തരാമല്ലോ, ഇതാണ് എൻ്റെ കണ്ടൻറ്റ്. ഞാൻ കുറച്ച് കറുത്തതാണ്, പക്ഷെ എനിക്ക് ഈ വെളുത്തവരെ കാണുമ്പോൾ എനിക്ക് മാത്രം എന്തോ മനസ്സിലൊരു തോന്നൽ, വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ടെങ്കിലും അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനസ്സിനെ എപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നം. അങ്ങനെ ഒരാഴ്ച കാലമോളം എടുത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചും തിരഞ്ഞും മറിഞ്ഞും ആലോചിച്ചും ഒരു 7 പേജിൽ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. അന്ന് ഞാനിട്ട പേര് ഇഴ എന്നാണ്. അദ്ദേഹം അത് വായിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് പറയാം, നാളെ പറയാം, മറ്റന്നാൾ പറയാം. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ പോയി. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, എങ്ങനെ പറഞ്ഞാൽ ഒരു 2.5 ലക്ഷം രൂപയോളം വേണം ഇത് ചിത്രീകരിക്കാനും പറ്റും. ഇന്നത്തെ എൻ്റെ അവസ്ഥയിൽ അത് ചെയ്യാനൊന്നും പറ്റില്ല ചേട്ടാ, അതുകൊണ്ട് ഞാനത് വിടുന്നു എന്ന് എന്നോട് പറയുകയുണ്ടായി. കഥയും നോവലും കവിതയും നാടകവും തിരക്കഥയും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ പലതിലും പറഞ്ഞിട്ടുള്ളതാണ്, തിരക്കഥ എന്നത് വളരെയധികം പ്രയാസമുള്ള ഒന്നാണ്. മറ്റെല്ലാ മേഖലകളിലെയും പോലെയല്ല. ഭാവന മാത്രം പോരാ, അതിന് യാഥാർത്ഥ്യത്തിൻ്റെ ഒരു മാറ്റ് ഉണ്ടാവണം. പിന്നെ വളരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ മാറ്റിമറിക്കുക എന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ 2022 എഴുതിയ ആ തിരക്കഥ, ഹ്രസ്വചിത്രത്തിൻ്റെ തിരക്കഥ, എനിക്ക് അടുപ്പമുള്ള 1-2 പേരോടൊക്കെ പറഞ്ഞുവെങ്കിലും ഈ ഹ്രസ്വചിത്രം എടുത്തുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവില്ല. പക്ഷെ സിനിമ എന്ന നിലയിൽ എൻ്റെ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്,
എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. കുറച്ച് ഫെസ്റ്റിവൽസിനൊക്കെ അയക്കാം, എന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടിയാലായി. പക്ഷെ സാമ്പത്തികമായിട്ടൊരു ഗുണവുമില്ല. ഈ അരമണിക്കൂറിൻ്റെ സിനിമയും 2.5 മണിക്കൂറിൻ്റെ സിനിമയും ഒന്നുപോലെ തന്നെയാണ്. എല്ലാത്തിൻ്റെയും രീതികളും എല്ലാം അതുപോലെ തന്നെയാണ്. ഇതിന് റെക്കോർഡിങ് വേണമെങ്കിൽ അതിന് റെക്കോർഡിങ് വേണം, ഇതിന് റെക്കോർഡിങ് വേണമെങ്കിൽ അതിനും റെക്കോർഡിങ് വേണം. അങ്ങനെയല്ല. ഇത് 1/2 മണിക്കൂറാണെങ്കിൽ അത് 2.5 മണിക്കൂറായിരിക്കാം. അപ്പോൾ എല്ലാത്തിലും ഒരു പ്രൊഫഷണലിസം ഉണ്ടാവും. അങ്ങനെ എൻ്റെ അടുത്ത സുഹൃത്തും ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത ഖത്തറിലുള്ള സന്തോഷ് തമ്പലാട്ടിനോട് ഞാൻ വിവരങ്ങൾ വിശദമായി പറയുന്നു. 4-5 വർഷമായിട്ട് ഗൾഫിൽ നിന്ന് വന്ന ശേഷം ജോലിയൊന്നും ഇല്ലായിരിക്കുകയാണ്. ഈ കഥയും കവിത എഴുതുക അല്ലാണ്ട് വേറെ എന്താ ജോലി ചെയ്യുക? അപ്പം നീ കുറച്ച് പൈസ താ, ലക്ഷത്തിന് താഴെയേ ഉള്ളൂ, 1 ലക്ഷം രൂപയ്ക്ക് താഴെയേ ഉള്ളൂ. 50,000 മറ്റൊരു രൂപ മുടക്കിയാൽ 5 പൈസ തിരിച്ചിട്ടില്ല, അത് ഷുവറാണ്. പിന്നെ കുറച്ച് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകും. അപ്പോൾ നീ ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യുക. തിരിച്ച് ഫൈനാൻസായിട്ട് ഒന്നും തിരിച്ചിട്ടില്ല, പക്ഷെ കുറച്ച് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകും. അത് സമ്മതമാണെങ്കിൽ മാത്രം. ആരെയും വഞ്ചിച്ചും അവരുടെ മനസ്സിനെ വിഷമിപ്പിച്ചൊന്നും നേടുന്നതൊന്നും ശാശ്വതമായിട്ട് ഈ ഭൂമിയിൽ കാണില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ശരിയെങ്കിൽ നിങ്ങൾ ചെയ്യുക, പോയത് പോട്ടെ, ഞാൻ തലക്കുഴിഞ്ഞ് കുറച്ച് കാശ് തരാം. ആ തലക്കുഴിഞ്ഞ് എന്നുള്ളതാണ് മുന്നോട്ടെടുക്കാം. കാരണം എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ്. 100 രൂപ ആർക്കെങ്കിലും വെറുതെ കൊടുക്കുമ്പോൾ 10 പ്രാവശ്യം ചിന്തിക്കും, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന്. അത് സ്വാഭാവികമാണ്. പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാം, അതിൻ്റെ പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങളാണ്. ഈ ഹ്രസ്വചിത്രത്തിന് വേണ്ടി നിറച്ച് പാറക്കൂട്ടങ്ങളും കല്ലുകളും ഒക്കെയുള്ള ഒരു പുഴ കണ്ടെത്താൻ വേണ്ടി തൃശ്ശൂരും ചാവക്കാടും കൊടുങ്ങല്ലൂരും അങ്ങനെ 10-12 ലൊക്കേഷൻസ് ഞാൻ നോക്കിയിട്ടുണ്ട്. മനസ്സിന് ഇഷ്ടപ്പെടണം. ചെറുതായാലും വലുതായാലും നമ്മുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാട്, നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകൾ, നമ്മുടെ മനസ്സിൻ്റെ വിലയിരുത്തലുകൾ ഇതെല്ലാം സമന്വയിപ്പിക്കണം. അല്ലാണ്ട് എവിടെയെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിള്ളിയാർ ഒഴുകുന്നുണ്ട്, അവിടെ പോയി വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ പോലും തികച്ചില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പത്തിനനുസരിച്ചുള്ള ഫ്രെയിം ഫിക്സേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എ ഫിലിം ബൈ ശരവൺ മഹേശ്വർ എന്ന് എഴുതി കാണിക്കുമ്പോൾ അതിൽ വർത്തായിട്ട്, അതിന് കാര്യമായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇവിടെ എല്ലാം നോക്കി നടന്ന് എല്ലാം കഴിഞ്ഞ ശേഷമാണ് പെരുങ്കടവിള എന്നൊരു സ്ഥലത്തുള്ള ഒരു ലൊക്കേഷൻ പോയി കണ്ടു. ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഷൂട്ട് ചെയ്യുന്ന ആ ഏരിയയിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യാനും അതിനും ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അരുവിപ്പുറത്ത് പോയി. അരുവിപ്പുറം പോയി കണ്ടപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. കുറഞ്ഞത് 6-7 തവണ ഞാൻ ഒറ്റയ്ക്ക് പോയി. മഴക്കാലത്ത് വീണ്ടും ഒറ്റയ്ക്ക് പോയി അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും മറ്റും മനസ്സിലാക്കാൻ. അതിനുശേഷം ഞാനും ക്യാമറമാനും കൂടെ പോയി. പിന്നെ ഞങ്ങൾ ലൊക്കേഷനും സ്ക്രിപ്റ്റും ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്തു. ചുരുങ്ങിയത് ഒരു 6-7 തവണ ഒറ്റയ്ക്കും കൂട്ടായും അവിടെ പോവുകയും കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്ത ശേഷമാണ് അരുവിപ്പുറം ശ്രീ നാരായണ ഗുരുസ്വാമി ശിവപ്രതിഷ്ഠ നടത്തിയ അവിടുത്തെ സ്വാമിയെ പോയി കാണുന്നതും കാര്യങ്ങൾ സംസാരിക്കുന്നതും. ആദ്യത്തെ കണ്ടുമുട്ടലിൽ അദ്ദേഹം ഒന്ന് മൂളി. രണ്ടാമത്തെ കണ്ടുമുട്ടലിൽ വീണ്ടും കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചു. മൂന്നാമതും നാലാമതും ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു. അങ്ങനെ ഞാൻ എഴുതിയ ചില പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. 2024 ആന്തം ലോയൽ സാഹിത്യ അവാർഡ് കിട്ടിയ ഭാഗ്യശ്വരി വരമൊഴിയായി എന്ന കവിതാ സമ്മാനം അദ്ദേഹത്തിന് കൊടുത്തു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. സ്വാമി ഹ്രസ്വചിത്രമാണ്, വാടകയൊന്നും തന്നിവിടെ താമസിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷെ നല്ലൊരു കുഞ്ഞു വർക്ക്
മത്സ്യമാംസാദികളൊന്നും കഴിക്കില്ല, ഇവിടെ വെച്ച് ഫുഡ് കഴിക്കില്ല, ഒന്ന് കിടന്നുറങ്ങാനുള്ള സൗകര്യം തരണം. അപ്പോൾ അവിടെ അതിഥികൾക്ക് താമസിക്കാനുള്ള AC-യും നോൺ AC-യും റൂമൊക്കെ ഉണ്ട്. 2000 രൂപയോളമാണ് വാടക. ഇവിടെ 2000 രൂപയുണ്ടെന്നുണ്ടെങ്കിൽ 150 കാര്യം നമ്മൾ ചെയ്യും. അങ്ങനെ സ്വാമിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ചുരുങ്ങിയത് ഒരു 6 പ്രാവശ്യം അദ്ദേഹത്തെ പോയി കണ്ടു. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. എന്നാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുക? ഞാൻ പറഞ്ഞു, സ്വാമി 18, 19, 20, 21 3 ദിവസമാണ് ഷൂട്ട്. 18-ാം തീയതി വൈകുന്നേരം ഞങ്ങളെല്ലാവരും ഇവിടെ എത്തും. അങ്ങനെ 18-ാം തീയതി വൈകുന്നേരം ഞങ്ങളോടൊപ്പം എല്ലാവരും അതിൽ നായകനായി അഭിനയിക്കുന്ന പ്രശസ്ത ചിത്രകാരൻ വിശ്വം ഭ്രാന്തരപ്പള്ളി, അതുപോലെ സീരിയലുകളിലും ആങ്കറും ഒക്കെയായി വർക്ക് ചെയ്യുന്ന ശ്രീ സുമിത് രാഘവ്, അതേപോലെ അനന്തു, വിഷ്ണു, അങ്ങനെ കുറേ പേർ, ഞങ്ങളൊരു 10-14 പേർ അവിടെ പോകാനായിട്ടൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇനിയാണ് സംഭവ ബഹുലമായ അനുഭവങ്ങൾ. പ്രശസ്ത നോവലിസ്റ്റ് ചന്ദ്രശേഖരൻ തമ്പാനൂരിനെ ഞാൻ ചെന്ന് കണ്ട് പറയുന്നു, ഇതിലാകെ 2 സീനേ ഉള്ളൂ, സ്ക്രിപ്റ്റെല്ലാം ടൈപ്ഡാണ്, അതിലെ ഒരു വാക്ക് പോലും ഞാൻ മാറ്റില്ല. കാരണം അത്രമാത്രം ചിന്തിച്ചെഴുതിയതാണ്. ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചിട്ട് മാറ്റാൻ പറ്റില്ല. ഒന്ന് എഴുതിയാൽ എഴുതിയത് തന്നെയാണ്, അതിൽ മാറ്റം വരത്തില്ല. സിനിമ സംവിധായകൻ്റെ കലയാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം വലുതായാലും ചെറുതായാലും ഒന്ന് ഡിസൈഡ് ചെയ്താൽ, ഒന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് മാറ്റം വരുന്നില്ല. പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. നമ്മൾ എന്തെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും ഷോട്ടുകളോ സീനുകളോ മാറ്റുമെങ്കിലും എഴുതിയ വാക്കിൽ നിന്നും ഒന്നും മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മാറ്റത്തുമില്ല. സിനിമ ചെയ്താലും ഇല്ലെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചില കർക്കശ ബുദ്ധിയുള്ള ഒരാളാണ് ഞാനങ്ങനെ നോവലിസ്റ്റ് ചന്ദ്രശേഖരൻ തമ്പാനൂർ ചെന്ന് കണ്ട്, ഇങ്ങനെ ആകെ 2 സീനേ ഉള്ളൂ ചന്ദ്രശേഖര, ഒരു പെൺകുട്ടിയെ അഭിനയിക്കാൻ ഇതിൽ വേണം. ഉടനെ തന്നെ അദ്ദേഹത്തെ പരിചയമുള്ള ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി തരുന്നു. അവരും അവരുടെ അമ്മയുമായി ഞാൻ തമ്പാനൂർ ഹൗസിംഗ് ബോർഡിൻ്റെ അടുത്തുള്ള വീട്ടിൽ പോയി ആ കുട്ടിയെ കാണുന്നു. കുട്ടിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു. കുട്ടി അഭിനയിക്കാമെന്ന് സമ്മതിക്കുന്നു. എല്ലാം തീരുമാനിച്ച് ഉറച്ച ശേഷം വരുമ്പോൾ വന്ന് ക്യാമറാമാനെയും യൂണിറ്റും അതും ഇതും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് അങ്ങനെ 18-ാം തീയതി ഷൂട്ടിംഗ്, 19-ാം തീയതി ഷൂട്ടിംഗ് ഫിക്സ് ചെയ്യുന്നു. 18-ാം തീയതി വരണം, എല്ലാവരും വൈകുന്നേരം അരീപ്പുറത്തെത്തണം എന്ന് എല്ലാവരോടും പറഞ്ഞ് നിശ്ചയിച്ചിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മ അദ്ദേഹത്തോട് പറയുകയാണ്, കുട്ടിക്ക് പേടിയുണ്ട് ക്യാമറയുടെ മുന്നിലേക്ക് നിൽക്കാനും, പിന്നെ സുഖമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ അഭിനയിക്കാൻ കഴിയില്ല എന്ന് എന്നോട് പറയുകയാണ്. ഇടിവെട്ടിയവനെ പാമ്പ് പിടിച്ചു എന്ന് പറയുന്ന മാതിരി എനിക്ക് ഭയങ്കര ഷോക്കായി. എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന്? ആകെ 2 സീൻ, കുളിക്കാൻ വരുമ്പോൾ 1-2 ഡയലോഗുകൾ, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഒഴിവാക്കാൻ വയ്യാത്തൊരു കഥാപാത്രം. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ടെൻഷൻ, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഇനിയുള്ളത് ആണ് ഭയങ്കരം. പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ ശ്രീമതിയോട് പറഞ്ഞു, വീട്ടിൽ ആരുമില്ല, മകനും മരുമകളും ചെന്നൈയിലാണ്, ശ്രീമതി മാത്രമേ ഉള്ളൂ. രാവിലെ ചിരിക്കാൻ വേണ്ടി പറയുകയാണ്, ദാ വരുന്നു ഭയങ്കര മഴ, ദാ വരുന്നു എന്ന് കുട പോലും എടുത്തിട്ടില്ല, രാത്രി ഇരുട്ടി വെളുപ്പിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ദാ വേണ്ട, വീട്ടിലേക്ക് ചക്ക വാങ്ങിച്ചിട്ട് വരാം, വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. അങ്ങനെ ചെറിയൊരു സഞ്ചിയും എടുത്ത് മൊബൈലെടുത്ത് അവിടെ നിന്ന് നടക്കുകയാണ്. ഇനിയുള്ളതാണ് നിങ്ങൾ കേൾക്കുക എത്രമാത്രം ബുദ്ധിമുട്ടാണ്. ചക്ക വാങ്ങുന്നവരോട് പറഞ്ഞു, കുറച്ച് ചക്ക എടുത്ത് വയ്ക്കൂ, ഞാൻ വരും, 2 മണിക്കകത്ത് വരും. റോഡ് സൈഡിൽ വിൽപ്പന നടത്തുന്നൊരു സ്ത്രീയാണ്. അവരുടെ ജീവിതം തന്നെ ഒരു വലിയ സ്റ്റോറിയാണ്.
അത് കേട്ട് വന്നപ്പോൾ വേറൊരു ചെറിയ ഹ്രസ്വചിത്രത്തിനുള്ള പ്ലാനും പദ്ധതിയും ഉണ്ട്. എന്തായാലും അവിടുന്ന് നല്ല മഴയൊന്നും ഒരു വിഷയമല്ല. 18-ാം തീയതി ഷൂട്ട് 15-16 കുട്ടിയെ ശരിയായിട്ടില്ല. ക്യാമറാമാനോട് പറഞ്ഞു. അപ്പോൾ ക്യാമറാമാൻ പറഞ്ഞു, സ്ഥലമില്ല, സാറൊന്ന് ശ്രമിച്ചു നോക്ക്. അപ്പോൾ ഒരാളോട് ഒരു കാര്യം ഒരിക്കൽ പറയാം, അപ്പോൾ അവർ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പല പ്രശ്നങ്ങളാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു, ഷൂട്ട് ചെയ്യാതിരിക്കാനും കഴിയില്ല. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരുമാ സാംസ്കാരിക വേദിയിലുള്ള ഒരു സുരേഷ് നായരുടെ വീട്ടിൽ പോയി കാണുകയാണ്. എത്രയോ കാലത്തിന് ശേഷം എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. ചെന്ന് കണ്ട് ഒരു 1.5 മണിക്കൂറോളം സംസാരിച്ചു. നമുക്ക് അന്വേഷിക്കാം. വളരെ സ്നേഹപരമായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് എപ്പോഴും നടക്കും, ഏത് സമയത്ത് നടക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. 2-3 ദിവസം കഴിഞ്ഞാൽ ഷൂട്ടാണ്. അവിടെ രക്ഷയില്ല. അവിടെ നിന്ന് നേരെ നടന്ന് മേടമുക്കിൽ ചെന്നു. നല്ലൊരു ഗായികയും അവിടെ ഒരു ഡാൻസ് ട്രൂപ്പും കാര്യങ്ങളും, വളരെ കഴിവുള്ളൊരു കലാകാരി, ഒരു നല്ലൊരു ഗായിക, അവിടെ ഒരു ചെറിയൊരു പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഷോപ്പ് നടത്തുന്നുണ്ട്. അവിടെ ചെന്നൊരു 1.25 മണിക്കൂറോളം അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം, അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ 10-12 വയസ്സുള്ള കുട്ടികളാണ്. പിന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിനെ യോജിച്ചൊരു സ്ത്രീയാണ്. വളരെ വിനയമായിട്ട് സംസാരിച്ചൊടുവിൽ അതിൻ്റെ കൺക്ലൂഷൻ, സർ ഹസ്ബൻഡിനോട് ചോദിച്ച് ഹസ്ബൻഡ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങി അപ്പോഴും മഴ കംപ്ലീറ്റ് നനയുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ജനിച്ചു വളർന്ന തമ്പാനൂരിൽ ഉള്ള സെക്രട്ടറി ഉദ്യോഗസ്ഥയായ പ്രസന്ന ചേച്ചിയുടെ അനിയത്തി ശാന്ത ചേച്ചി എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് 10-15 വർഷങ്ങൾക്ക് ശേഷം അവരെ കാണുമ്പോൾ നമ്മുടെ തലമുടിയെല്ലാം പോയി കഷണ്ടിയായി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ട്. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം ശരിയാക്കി അവർ കുറേ പേരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞ്, ഞാൻ അന്വേഷിക്കാം, ഞാൻ എൻ്റെ മക്കളോടും അവരോടൊക്കെ പറയാം, നീ വിഷമിക്കണ്ട. ആ ഒരു സാന്ത്വനമാണ്. നടന്നാലും നടന്നില്ലെങ്കിലും നമുക്ക് അന്വേഷിക്കാം. നമ്മൾ ചേച്ചി ഒരു വെളുത്ത കുട്ടിയാണ് വേണ്ടത്, ഇത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. 2 സീൻ, അവിടെ അച്ഛനോ അമ്മയോ ആരോ കൂടെ വരട്ടെ, വൈകുന്നേരത്തിനകത്ത് കൊണ്ടുവരാം. ഞാൻ ശ്രമിക്കാമെടാ, ഈ 2 ദിവസത്തിനകത്ത് എങ്ങനെ ശരിയാവും. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഇനി എന്താണ് അടുത്ത വഴി, മനസ്സങ്ങ് തിളക്കുകയാണ്. അവിടെ നിന്ന് നേരെ സുരേഷ് കുമാർ എന്ന് പറയുന്ന പ്രശസ്ത എഴുത്തുകാരൻ, നോവലിസ്റ്റും കഥാകാരനൊക്കെയാണ്, അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറയുന്നു. സുരേഷ് ജി, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൂരദർശനിൽ പ്രോഗ്രാം ചെയ്യുന്നൊരു പ്രോഗ്രാം പ്രൊഡ്യൂസറെ കണ്ട് സംസാരിച്ചപ്പോൾ ഒരു കുട്ടിയുണ്ട്, 1-2 കുട്ടികളുണ്ട്, ഞാൻ വൈകിട്ട് പറയാം, 2 ദിവസമേ ബാക്കിയുള്ളൂ. വൈകുന്നേരം 2-3 പ്രാവശ്യം അദ്ദേഹം വിളിച്ചപ്പോൾ റിപ്ലൈ ഇല്ല. അത് കഴിഞ്ഞ് അവിടുന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും മണി ഏകദേശം 12:30-1 മണിയായി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, 12:30 അവിടുന്ന് വീണ്ടും ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തുള്ള എൻ്റെ കൂടെ പഠിച്ച റെയിൽവേ ജോലി ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ എന്നുള്ള വ്യക്തിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ശ്രീമതിയായിട്ടൊക്കെ സംസാരിച്ച് അവരുടെ ഒരു ബന്ധുവിനെ അഭിനയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർക്കെല്ലാം സമ്മതമാണ്. പക്ഷെ അവരുടെ ഹസ്ബൻഡിന് താല്പര്യമില്ല. അതുമെല്ലാം ഫിക്സ് ചെയ്ത് സന്തോഷത്തിൽ തിരിച്ചു വരാം എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് അവരുടെ മെസ്സേജ് വരുന്നത്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല ഇതിലൊന്നും അഭിനയിക്കുന്നതിന്. അത് കേട്ടപ്പോഴും ഞാൻ തളർന്നു. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യുന്നുള്ളൊരു പാനിക്കായിട്ടുള്ളൊരു അവസ്ഥ. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ കരമനയിൽ പോയി. കരമനയിൽ ഒരു ഡെൻ്റൽ ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ അവിടുത്തെ ഒരു സ്റ്റാഫ് താമസിക്കുന്നത് പൂഴിക്കുന്നുള്ള സ്ഥലത്താണ്. അവിടെ പല്ലെടുക്കാമെന്നൊരു ആളാണ്. അദ്ദേഹം ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അയാളുടെ വൈഫിനും എന്തൊക്കെ ഷോപ്പുണ്ട്. അവരെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയിട്ട് അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോഴത്തേക്കും മണി 1-1:30 അവിടുന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വീണ്ടും അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ആകെ പാനിക്കായിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാൻ
എന്താണ് അതിനെ പറയുക എന്നറിയില്ല. വിയർത്ത് കുളിച്ച് ഉള്ള മഴ കംപ്ലീറ്റ് നനഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കരമന NSS ഹാൾ അന്വേഷിച്ച് പിടിച്ച് നടക്കുകയാണ്. കരമന NSS ഹാളിൽ ചെന്ന് 2-2.5 വർഷമായി ഞങ്ങൾ ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടില്ല. നേരിട്ട് കാണാത്ത അവിടുത്തെ സെക്രട്ടറി സതീഷിനെ കാണാനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ കുറേ സമയങ്ങൾക്ക് ശേഷം അദ്ദേഹവും ഞാനുമായി സാഹിത്യത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ, 2 സീനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യവും സ്ക്രിപ്റ്റും ഒക്കെ കാണിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പരിചയമുള്ള 2 പോലീസുകാരുണ്ട്, അവരോട് പറയാം. ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞ് പിന്നെ അവരന്വേഷിച്ച് പിന്നെ അതിൻ്റെ മറുപടി കിട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സമയം ഒത്തിരി വൈകും. വേറെ ഏതെങ്കിലും ബന്ധത്തിലോ വല്ല കുട്ടികളോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ എൻ്റെ ആ മാനസികാവസ്ഥയെ വിഷമം കഴിഞ്ഞിട്ട് സമാധാനിക്കൂ ശരവണ, ഞാൻ അന്വേഷിക്കാം, ഞാൻ വാർത്തമായിട്ട് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി കരമനയിൽ നിന്ന് ഇറങ്ങി കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്കോ ഒരു ഓട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഞാൻ സംസ്കൃത കോളേജിൽ പഠിക്കുമ്പോൾ താമസിച്ചൊരു കുഞ്ഞു മുഹമ്മദ് എന്നുള്ളൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് അവിടെ എവിടെയാണ് ഓർമ്മയിൽ 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആട്ടോക്കാരനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് തിരക്കി നടക്കുകയാണ്. ആ ഒരു നടത്തേണ്ട അവസ്ഥ കണ്ടാൽ മദ്യം കഴിച്ച് കാലിൽ നിലത്തുറയ്ക്കാതെ നടക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതുപോലെ ഞാൻ മണി ഏകദേശം 1-1:30 കഴിഞ്ഞു. നടന്ന് തളർന്ന് ഓരോ വഴികളിൽ ചെല്ലുമ്പോൾ ആ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്നറിയില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു 2-2.5 മണിക്കൂർ നടന്ന് വയലും ചെറിയ തോടും വയൽവരമ്പും അതെല്ലാം കൂടെ കറങ്ങിച്ചെന്ന് ലാസ്റ്റിലെത്തിയത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ വേറൊരു വശത്താണ്. ഓട്ടോറിക്ഷക്കാരൻ വിളിയോടെ വിളി, നിങ്ങളെവിടെയാണ്. അപ്പോൾ തന്നെ 900 രൂപയ്ക്ക് മേളിലായി ഓട്ടോയുടെ ചാർജ്. അവിടെ ഓടി ഇവിടെ ഓടി എനിക്കും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല സ്ഥലം. വരുന്നവരോടും പോണവരോടൊക്കെ ചോദിച്ച് കംപ്ലീറ്റ് മഴ നനഞ്ഞ് നടന്ന് തളർന്ന് അവിടെ എത്തുമ്പോൾ ഉച്ചയ്ക്ക് 3:15 മണി. അങ്ങനെ വന്നിരിക്കുന്ന ആ സ്ഥലത്ത് ഓട്ടോറിക്ഷക്കാരൻ വരികയാണ്. അയാൾ എന്നെ കയറ്റി എന്നെ 4 തെറിയും പറഞ്ഞ്, സാറൊന്ന് വ്യക്തമായിട്ട് പറയണ്ടേ എവിടെയാണെന്ന്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ. വയലിൻ്റെ വരമ്പും പാടവരമ്പും അവിടെ ഇവിടെയൊക്കെ ചേച്ചി ഞാൻ 100 പേർക്ക് ചോദിച്ചിട്ടാണ് റോഡിൽ വന്ന് കയറിയിരിക്കുന്നത്. വീട്ടിലെത്തുമ്പോൾ 4:45 മണി. ചക്ക വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വിളിയോടെ വിളി, എവിടെയാണ്. ലാസ്റ്റിൽ വീട്ടിൽ വന്ന് വിയർത്ത് കുളിച്ച് ഒരു വക കഴിക്കാണ്ട് തലയും തുവർത്തി കിടന്നപ്പോൾ മണി 4:30. അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അടുത്ത ദിവസം 18, പിന്നെ 2 ദിവസമേ ഉള്ളൂ ഷൂട്ടിന്. അങ്ങനെ ചിന്തിച്ച് തല പുകഞ്ഞ് ഇരിക്കുമ്പോൾ ഇതിലെ 2 ക്യാരക്ടർ അഭിനയിക്കുന്നവർ ചെന്നൈയിൽ നിന്നും വരികയാണ്. അവരവിടുത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് 2 പേരും, വിഷ്ണുവും അനന്തുവും. ഞാൻ പറഞ്ഞ ഇതിലെ കഥാനായകൻ തൃശ്ശൂരിൽ നിന്നും വരികയാണ്. ക്യാമറാമാനാണെന്നുണ്ടെങ്കിൽ നെടുമങ്ങാട് നിന്നും വരികയാണ്. എല്ലാവരെയും അറേഞ്ച് ചെയ്തിട്ടും കുട്ടിയെ കിട്ടാൻ രക്ഷയില്ല. ശ്രീമതി, ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ടെൻഷൻ അടിച്ച് ഇങ്ങനെ കിടക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ 2 ദിവസമില്ല. അവസാനം എല്ലാ വാതിലും അടഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ കണ്ണൂരാണ്. അവരുടെ മകൾ ശിവാനന്ദ എന്ന് പറയുന്ന മോള് ഡിഗ്രിക്ക് 2nd ഇയർ. നമ്മുടെ ക്യാരക്ടറിന് ഒരു വിധം ഒപ്പിച്ചെടുക്കാം. ലോകവുമായി അധികം ബന്ധമൊന്നുമില്ലെങ്കിലും കോളേജിൽ പോവുക വരിക എന്നതിൽ കഴിഞ്ഞ് സിനിമ ആദ്യം ഇതിലൊന്നും താല്പര്യമില്ലാത്തൊരു കുട്ടി. നമ്മൾ എന്ത് വന്നാലും വന്നേ പറ്റുള്ളൂ. അത് അഭിനയിക്കുന്ന ശിവനന്ദയുടെ അപ്പൂപ്പനാണ് ഞാൻ. സെറ്റിൽ വെച്ചിട്ട് അപ്പൂപ്പാന്നൊന്നും വിളിക്കുന്നില്ല, പിന്നെ എല്ലാവരും അപ്പൂപ്പാന്ന് വിളിക്കും. നമ്മൾ ചിരിക്കുകയാണ്. അച്ഛൻ, അമ്മ, മോള്, മോനെ എല്ലാവരും കൂടി അവിടുന്ന് ട്രെയിൻ ബുക്ക് ചെയ്ത് അവർ 17-ാം തീയതി ഇവിടെ എത്തുകയാണ്. അവരെ കൊണ്ടുവന്ന് അവിടെ നിന്നും എൻ്റെ ഒരു സുഹൃത്തുണ്ട് അജിത്ത്, മംഗളത്തിലെ
സെയിൽസ് മാനേജറായിരുന്ന എൻ്റെ സുഹൃത്ത് മംഗളം മണികണ്ഠൻ പരിചയപ്പെടുത്തി തന്ന ഒരു ഡ്രൈവറാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കാറുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം നടത്തുന്നത്. എൻ്റെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ചു. വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം. നമ്മൾ കുറച്ച് റേറ്റ് കൊടുത്തിരുന്നാലും അത് വാങ്ങാൻ വില്ലിങ്ങ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. അങ്ങനെ മണികണ്ഠനോട് പറഞ്ഞു, അല്ല മണികണ്ഠൻ്റെ സുഹൃത്തായ എന്നെ പരിചയപ്പെടുത്തി തന്ന അജിത്തിനോട് ഞാൻ പറഞ്ഞു, അജിത്തെ, ഇതൊരു ചെറിയ പ്രോജക്റ്റാണ്, ഇത് വലിയ സിനിമയൊന്നുമല്ല. ഞാൻ 1000 രൂപ തരും. രാവിലെ വന്നാൽ വൈകുന്നേരം വരെ അവിടെ ഉണ്ടാണ്, ഫുഡും തരും. വേറെ ഒന്നും എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. വരാൻ പറ്റുമോ? 1 രൂപ കൂടുതൽ തരില്ല. കാരണം ഇത് അങ്ങനത്തെ പ്രോജക്റ്റ്, ഇതിൽ നിന്നും ഒരു വരുമാനമില്ല. പിന്നെ കുറച്ച് പ്രശസ്തിയൊക്കെ കിട്ടും, നമ്മുടെ സിനിമ സംവിധായകനാകാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതല്ലാണ്ട്. പാവം ഒരു കുടുംബത്തെ പോറ്റേണ്ട ഒരു വ്യക്തിയാണ്. സാറിൻ്റെ ആഗ്രഹമല്ലേ, എനിക്ക് അത്രയും തന്നാൽ മതി. കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് അത്രമാത്രം കുഞ്ഞു പ്രോജക്റ്റാണ്. നമുക്കിതിൽ നിന്ന് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല. അങ്ങനെ കറക്റ്റ് 5:30 മണിക്ക് 2 കാര്യങ്ങൾക്കാണ് എനിക്ക് നിഷ്ഠ. മലയാളികൾക്ക് ഇല്ലാത്തൊരു ഗുണമെന്ന് പറഞ്ഞാൽ 10 മണി ഞാൻ 11 ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനോട് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാനും യോജിക്കാനും എനിക്ക് കഴിയില്ല. അതെനിക്ക് നിർബന്ധമാണ്. 10 എന്ന് പറഞ്ഞാൽ അത് ഷാർപ്പ് 10 ആയിരിക്കണം. നമ്മുടെ കൃത്യനിഷ്ഠ ഉണ്ടാവണം. പിന്നെ പറയുന്ന കാര്യങ്ങൾ, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ നമ്മൾ പറയാവൂ. നമുക്ക് തോന്നുന്നതെന്തും വിളിച്ചു പറയുന്നത് എങ്ങനെയെങ്കിലും ആവാം എന്നുള്ളതില്ല. അതിന് ചില രീതിയുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ 18-ാം തീയതി വൈകുന്നേരം തന്നെ അവിടെ പോകും. എൻ്റെ മോളും കൊച്ചുമോളും ഒക്കെയാണ്. വളരെ സൂക്ഷിച്ചു വേണം കൊണ്ടുവരാൻ. അനാവശ്യമായിട്ടുള്ള ഒരു ടോക്കും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ചിരിച്ചു. അപ്പോൾ അവർ ലോകവും സിനിമയും ഒക്കെ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ മാനസികാവസ്ഥ, നമ്മുടെ മാനസികാവസ്ഥ, അതൊക്കെ ഇതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ 18-ാം തീയതി വൈകുന്നേരം അവിടെ പോവുകയാണ്. 19-ാം തീയതി രാവിലെ 6:30 മണിക്ക് ഷൂട്ടാണ്. 5:30 മണിക്ക് നമ്മൾ റെഡിയാവണം. ഞാൻ ഇവരെ പല ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ കാരണം 25 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെയും എൻ്റെ മകൻ്റെ കല്യാണത്തിന് കണ്ട ശേഷം അന്നും സംസാരിക്കാൻ പറ്റിയിരുന്നത് തിരക്കാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു അവസരത്തിൽ വരുമ്പോഴും അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ അത്രമാത്രം പാനിക്കാണ്. ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് ആ സമയത്ത് അതിൽ അഭിനയിക്കാൻ ഒരു കുട്ടിയെ കിട്ടിയില്ലെങ്കിൽ ഉള്ള ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ച് തന്നെ അറിയണം. അടുത്ത ഭാഗത്തിലേക്ക് 2ാം ഭാഗമുണ്ട്, അതിലേക്ക് കടക്കുന്നു. തൽക്കാലം